ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവെ, എൻ്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം എൻ്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക. ദീർഘമായ രോഗത്തിലും സഹനത്തിലും വിശുദ്ധ റോസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു. തൻ്റെ പേര് പോലെ തന്നെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സുഗന്ധമായി മാറിയ ലീമയിലെ വിശുദ്ധ റോസ. തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് മറ്റുള്ളവർ വാഴ്ത്തുമ്പോൾ വിശുദ്ധ ഭയപ്പെട്ടിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കുരുമുളക് പൊടി കൊണ്ട് അവൾ തന്നെ വിരൂപയാക്കിയിരുന്നു. സുന്ദരമായ തലമുടിയിൽ അവൾ ഒരു കൊച്ചു മുൾമുടി ഒളിപ്പിച്ചു വെച്ചിരുന്നു. തലയിൽ മുള്ളുകൾ കൊണ്ട് വേദനിക്കുമ്പോൾ ആ വേദന യേശുവിന് വേണ്ടി അവൾ സഹിച്ചു. തൻ്റെ ത്യാഗങ്ങളെ മറ്റാരെയും അറിയിക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ തോട്ടത്തിൽ ഏകാന്തതയിൽ ക്രിസ്തുവിനോടൊപ്പമായിരിക്കാൻ അവൾ ആഗ്രഹിച്ചു. സിയാന്നയിലെ വിശുദ്ധ കാതറീനെ മാതൃകയാക്കിയ അവൾ 20-ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കുരിശല്ലാതെ മറ്റൊരു ഗോവണിയില്ല എന്ന് എപ്പോഴും പറഞ്ഞിരുന്ന റോസ തൻ്റെ സഹനങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ സഹിച്ചു. പ്രാർത്ഥന ഒരു കലയായിട്ടാണ് അവൾ അഭ്യസിച്ചിരുന്നത്. വിശുദ്ധ റോസിനെ പോലെ നമുക്കും പവിത്രതയിലും ഭക്തിയിലും ഈശോയോട് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.